നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളുമായിട്ടാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മന്ത്രിയുടെ വാളകത്തെ വീട്ടിൽ വെച്ചുണ്ടായ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറന്നിരിക്കുകയാണ്. വർഷങ്ങളായി താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ സഹിക്ക വയ്യാതെയാണ് ഇപ്പോൾ തുറന്നു പറച്ചിൽ നടത്തുന്നതെന്ന് അവർ വ്യക്തമാക്കി. മന്ത്രിയുടെ സ്വഭാവദൂഷ്യവും പരസ്ത്രീ ബന്ധങ്ങളും കുടുംബജീവിതത്തെ തകർത്തുവെന്നും സമാനമായ സാഹചര്യങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും ബിന്ദു ആരോപിക്കുന്നു. ഇതോടെ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേറ്റിരിക്കുകയാണ്. വാളകത്തെ കുടുംബ വീട്ടിൽ അപ്രതീക്ഷിതമായി എത്തിയപ്പോൾ മന്ത്രി അങ്ങേയറ്റം മോശമായ സാഹചര്യത്തിൽ മറ്റൊരു സ്ത്രീക്കൊപ്പം കണ്ടുവെന്നാണ് ബിന്ദു മേനോൻ്റെ പ്രധാന വെളിപ്പെടുത്തൽ. ഈ ദൃശ്യങ്ങൾ തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ചതോടെ മന്ത്രി അക്രമാസക്തനാവുകയും കൂടെ ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളോട് തന്നെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. മന്ത്രിയുടെ സഹായികളായിട്ടുള്ള ശാന്തൻ, പ്രദീപ് എന്നിവർ ചേർന്ന് തന്നെ തടഞ്ഞു വെച്ചുവെന്നും ഫോൺ തട്ടിയെടുക്കുവാൻ ശ്രമിച്ചുവെന്നും അവർ പരാതിപ്പെടുന്നു. ഇതിനിടയിൽ മുറിയിലുണ്ടായിരുന്ന സ്ത്രീയെ സ്റ്റാഫ് അംഗങ്ങൾ തന്നെ സുരക്ഷിതമായി കാറിൽ കയറ്റി കൊണ്ടുപോയി വിട്ടതായിട്ടും ബിന്ദു ആരോപിക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ മന്ത്രിയുടെ ഓഫീസ് സെക്രട്ടറി മനോജ് ഇടപെട്ട് കാര്യങ്ങൾ ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിച്ചതായിട്ട് ബിന്ദു വെളിപ്പെടുത്തി. സാറിന് ഒരു തെറ്റു പറ്റിപ്പോയി എന്ന് പറഞ്ഞ് തന്നെ അനുനയിപ്പിക്കാനാണ് ജീവനക്കാർ ശ്രമിച്ചത്. എന്നാൽ തനിക്ക് മാനസിക രോഗമാണെന്ന് വരുത്തി തീർക്കാനായിട്ട് മന്ത്രിയും കൂട്ടരും ബോധപൂർവം ശ്രമിക്കുന്നതിനാലാണ് ഈ കാര്യങ്ങൾ പരസ്യമായി പറയാൻ തീരുമാനിച്ചത്. ഈ സംഭവങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളോടും BJP കൗൺസിലറായിട്ടുള്ള ശ്രീലേഖയോടും താൻ സംസാരിച്ചിരുന്നുവെന്നും എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്നും ബിന്ദു മേനോൻ നിരാശയോടെ കൂട്ടിച്ചേർത്തു. ആഭ്യന്തര വകുപ്പിൻ്റെയും പോലീസിൻ്റെയും നിഷ്ക്രിയത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തെത്തിയ പോലീസ് സംഘം തങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഭരണകക്ഷിയിലെ പ്രമുഖനായിട്ടുള്ള മന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ഭയപ്പെടുകയാണെന്ന് ബിന്ദു കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ മകളോട് വരെ സഹായം അഭ്യർത്ഥിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തത് പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും പരാജയമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നിലവിൽ DGPക്ക് പരാതി നൽകിയിട്ടുള്ള ബിന്ദു മേനോൻ നീതി ലഭിക്കാത്ത പക്ഷം നിയമപോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രിയുടെ മുൻകാല ചരിത്രവും പുതിയ വെളിപ്പെടുത്തലുകളും കൂട്ടിവെച്ചാണ് പ്രതിപക്ഷം ആക്രമണം കടുപ്പിക്കുന്നത്. മുൻപ് ഡോക്ടർ യാമിനി തങ്കച്ചിയുമായുള്ള വിവാഹബന്ധം തകർന്നപ്പോഴും സമാനമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഗണേഷ് കുമാർ ഇന്ന് ഇടതുമുന്നണിക്ക് വലിയ ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ ലാഭത്തിനായിട്ട് പലരെയും വേട്ടയാടാൻ കൂട്ടുനിന്ന മന്ത്രിക്ക് കാലം കാത്തുവെച്ച തിരിച്ചടിയാണ് ഇതെന്ന് വിമർശകർ പറയുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മന്ത്രിയുടെ രാജി അനിവാര്യമാണെന്ന സമ്മർദ്ദം LDFനുള്ളിലും ശക്തമായിട്ടുണ്ട്. സംസ്ഥാനത്തെ വനിതാ സംഘടനകളും സാമൂഹിക പ്രവർത്തകരുമൊക്കെ തന്നെ ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലരാകുന്ന വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരു മന്ത്രിയുടെ ഭാര്യ മർദ്ദനമേറ്റുവെന്ന് പരാതിപ്പെട്ടിട്ടും മൗനം പാലിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും ആരോപിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. DGPയുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ കേരളം മുമ്പൊന്നും കാണാത്ത വിധത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്.